ആലോവേര ഒരു തൈ വാങ്ങിച്ചതാണ്. ആ തൈയിൽ നിന്നും ഒരു വലിയ ആലോവേര ടെറസിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്, ഓപ്പൺ ടെറസ് ഇരിപ്പുണ്ട്. അതിൽ നിന്നുണ്ടായി വന്ന കുഞ്ഞു കുഞ്ഞു തൈകൾ എനിക്ക് ഒരു രസം തോന്നി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നടുമ്പം അതിങ്ങനെ ഉണ്ടായി വലുതായി വരുന്നത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. അങ്ങനെ ഫ്രീ ആയിരുന്ന പോട്ടുകളിലെല്ലാം തൈ വെച്ച് ഇപ്പോൾ ഇത് ഇത്രയും പോട്ടുകൾ, 10-16 പോട്ടുകൾ നിറയെ തൈയാണ്. ഒരു പോട്ടിൽ തന്നെ ഒരു 4-5 തൈയും, പ്രധാനപ്പെട്ട ഒരു വലുത്, പിന്നെ ഒരു 4-5 തൈയും ഉണ്ടായി വന്ന് നിൽക്കുകയാണ്. ഇതെല്ലാം എനിക്ക് വലിയ പോട്ടുകളിലേക്ക് മാറ്റി ഒരു കമേഴ്ഷ്യൽ പർപ്പസിന് ചെയ്താലോ എന്നൊരാഗ്രഹമൊക്കെ ഇപ്പോൾ വരികയാണ്. ഇപ്പം ഞാൻ നേരത്തെ ഉള്ള വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറ്റുന്ന സൗകര്യത്തിന്, നമുക്ക് പറ്റുന്ന സൗകര്യത്തിന്, നമ്മുടെ സൗകര്യത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും സാധനങ്ങളും വെച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വിപുലമാകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ വരും. ഇപ്പോൾ ഈ ആലോവേരയ്ക്കകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇത് വലിയ പോട്ടിലാക്കി വലിയ ആലോവേര വരുമ്പം ആലോവേര ഒരു വലുത് സെയിലാക്കുമ്പോൾ തന്നെ 400 റുപ്പീസൊക്കെ ലഭിക്കുന്നുണ്ടെന്നാണ് യൂട്യൂബിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ആലോവേരയ്ക്ക് ഭയങ്കര ഒരു ആയുർവേദിക്കായിട്ട് ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളിലും ഇപ്പോൾ ആലോവേരയുണ്ട്, ഔഷധങ്ങളിലൊക്കെ ആലോവേര ചേർക്കാൻ ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ആലോവേരയും കൂടെ നടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത്തിരി വലുപ്പം വന്നു, അതൊരു പോട്ടിലേക്ക് നടാനുണ്ട്. ഇത്രയും ആലോവേര ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ആലോവേരയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് തുടങ്ങുക, അതിൽ നിന്ന് ഒന്നിലധികം ആകുമ്പോൾ നമുക്ക് തന്നെ മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ആലോവേരയാണ്. അത് ഇത്രയും ആയിട്ടുണ്ട്. ഇതിനി എനിക്ക് വലിയ പോട്ടിലേക്ക് സെപ്പറേറ്റ് മാറ്റിയിട്ട് വിപുലമാക്കണം എന്നൊരാഗ്രഹം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനുള്ളൊരു ഇൻട്രസ്റ്റും മൈൻഡിലുണ്ടായിട്ടുണ്ട്.